ഓക്കെ. അപ്പൊ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോ ടാപ്സ് ആപ്പിന്റെ ഫുൾ ട്യൂട്ടോറിയലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാപ്സ് ആപ്പിന്റെ ഫുൾ ട്യൂട്ടോറിയൽ കാണുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ് ചെയ്തിടുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. ജോയിൻ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ടാപ്സ് ആപ്പിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടാപ്സ് ആപ്പിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ടാപ്സ് ആപ്പിന്റെ ബോർഡിലേക്ക് പോകും. അവിടെ നമ്മൾ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാപ്സ് ആപ്പിന്റെ ബോട്ട് ഓപ്പൺ ആയി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഏൺ ചെയ്യാവുന്ന ഏറ്റവും ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്താണ് നിങ്ങൾക്ക് 1 ഫിംഗർ കൊണ്ടോ 2 ഫിംഗർ കൊണ്ടോ 4 ഫിംഗർ കൊണ്ടോ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ടാകാം കോയിൻസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നീട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇവിടെ ടാസ്കുകൾ എടുക്കുന്നുണ്ടാവും. ടാസ്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബിനാൻസ് രജിസ്ട്രേഷൻ ടാസ്ക് എടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ പോയി അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഒരു ബിനാൻസ് ഐഡി കിട്ടും. അത് ഇവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ KYC കംപ്ലീറ്റ് ആയതിനു ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ലക്ഷം കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് ആവും തന്നെ. പിന്നെ ലീഗാണ്. അതായത് നിങ്ങളിവിടെ ടാപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എലൈറ്റ്, ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെ ഒരു ലീഗ് ഉണ്ട്. അത് ഓരോന്ന് മറികടക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിന്റെ ഓരോ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ലീഗുകൾ മാറുന്നതനുസരിച്ച്. പിന്നെ ആൾക്കാരെ റെഫർ ചെയ്താലും നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. പിന്നെ അടുത്താണ് ബൂസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബാക്കിയുള്ള ടാബ്. ഈ സ്റ്റാറ്റ് ടാബ് നിങ്ങൾക്കിവിടെ ആവശ്യമില്ല. ടോട്ടലുള്ള സ്റ്റാറ്റസ് ആണ് ഇതിൽ കാണുന്നത്. എത്ര പ്ലേയേഴ്സ് ഉണ്ട്, എത്ര ആക്റ്റീവ് പ്ലേയേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ നോക്കിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്നെണ്ണമാണ്: ടാസ്ക്, ടാപ്പ്, ബൂസ്റ്റ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ടാബിലേക്ക് വരികയാണ്. ബൂസ്റ്റ് ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും കാലത്ത് ഓരോ ദിവസം റീസെറ്റ് ആയിട്ട് നമുക്ക് 3 തരം ആൾക്കാരുണ്ട്. ഒന്ന് ടാപ്പിംഗ് ഗുരു, ഒന്ന് ഫുൾ ടാങ്ക്. ടാപ്പിംഗ് ഗുരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിംഗ് വരുമ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ഇറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഡബിൾ ആയിട്ട്, അതായത് ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടിയിലധികം നമുക്ക് ടാപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തേക്കാണ്. നമുക്കൊരു 20 സെക്കൻഡ് നേരം എന്ത് ചെയ്യാം? ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇപ്പോൾ കിട്ടുന്നതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടാപ്പ് ചെയ്തപ്പോൾ 24 പ്ലസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 120 പ്ലസ് കിട്ടുന്നുണ്ട്. അത് ആകെ ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. 20 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നേരെ ആ ഒരു എന്താ പറയുക, ഇടിവാളിന് ചിഹ്നമൊക്കെ പോയി. കണ്ടില്ലേ, വീണ്ടും 24ലേക്ക് എത്തി. അപ്പോൾ അത് നിങ്ങൾക്ക് 3 പ്രാവശ്യം അത് അക്യൂർ ചെയ്യാൻ പറ്റും. 3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീസെറ്റ് ആവണമെങ്കിൽ പിറ്റേ ദിവസം ആവണം. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3818 ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത്. 3800 താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3800 3600 ബാർ 5000 എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ 5000 എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനർജി ലിമിറ്റ് ആണ്. ഈ എനർജി ലിമിറ്റ് ഞാനിവിടെ ഫുൾ ടാങ്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനർജി ലിമിറ്റ് ഇവിടെ എന്താവും? 3657ന്ന് 5000 പെട്ടെന്നായി ഫുള്ളായിട്ട് ഈ ബാർ ഇവിടെ ഫുള്ളായിട്ട് നിൽക്കുന്നതായി കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഫുൾ ടാങ്ക് എന്നത്. പിന്നെ ഈ മൾട്ടി ടാപ്പ് ആണ്. മൾട്ടി ടാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഇപ്പോൾ വരുന്നത്? +24 ആണ് കയറുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ 24 അല്ലെങ്കിൽ 10, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആൾക്ക് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ +1 ആയിരിക്കും കയറുന്നത്. അപ്പോൾ അത് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ +2 ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്വയർ ചെയ്താണ് കോയിൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? മൾട്ടി ടാപ്പ് ഇവിടെ ഓരോ പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഓരോ കോയിൻസ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഓരോ ടാപ്പിലും നിങ്ങൾക്ക് ഇൻക്രീസ് ആവും. അതായത് ഇപ്പോൾ +1 ആണെന്നുണ്ടെങ്കിൽ ഈ മൾട്ടി ടാപ്പ് നിങ്ങളുടെ കോയിൻ വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് +2 ആവും, +3 ആവും, +4 ആവും. ഓക്കെ, ഇതാണ് മൾട്ടി ടാപ്പ്. പിന്നെ അടുത്ത എനർജി ലിമിറ്റ്. എനർജി ലിമിറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ എനർജി ലിമിറ്റ് 5000 ആണ്. അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചിലപ്പോൾ 2000 ആയിരിക്കും. ആ 2000ന്ന് 500 കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോയിൻ കൊടുത്തതിന് ശേഷം മേടിക്കുക. അപ്പോൾ എനർജി ലിമിറ്റ് കൂട്ടാം. പിന്നെ റീചാർജിങ് സ്പീഡ്. റീചാർജ് സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3659ന്ന് 64, 69, അതായത് ഒരു സെക്കൻഡിൽ 5 കോയിൻ വെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. 5 പോയിന്റ് വെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും എത്ര പോയിന്റ് വെച്ച് കയറണം എന്നുള്ളതാണ് റീചാർജിങ് സ്പീഡ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ടാപ്പിംഗ് ബോട്ടാണ്. ടാപ്പിംഗ് ബോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ഇതിന് ടാപ്പിംഗ് ബോട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ആദ്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12 ഹവറാണ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാപ്പിംഗ് ബോട്ട് 2,00,000 കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും വർക്ക് ചെയ്യും. 24 മണിക്കൂറും കിടന്ന് നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഓഫ്‌ലൈനാണ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി ടാപ്പിംഗ് ബോട്ട് നമ്മളായിട്ട് നമുക്ക് വേണ്ടി ടാപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളും. പക്ഷേ ടാപ്പിംഗ് ബോട്ട് വർക്ക് ചെയ്യുന്നത് ഈ എനർജി ലിമിറ്റ് 5000 ആവുമ്പോഴാണ് ടാപ്പിംഗ് ബോട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ എനർജി ലിമിറ്റ് 5000 ആയിട്ടില്ല, ഇതൊരു 5000 ആവാനായിട്ട് 3817 ഓട്ടോമാറ്റിക്കായിട്ട് ടാപ്പിംഗ് ബോട്ട് വർക്ക് ചെയ്യില്ല. എനർജി ലിമിറ്റ് 5000 എത്തുമ്പോൾ ടാപ്പിംഗ് ബോട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ ടാപ്പിംഗ് ബോട്ട് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ടാപ്പിംഗ് ബോട്ട് ഇപ്പോൾ പഠിക്കുന്നത് നല്ലതല്ല. കാരണം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റീചാർജിങ് സ്പീഡ് 5 ലെവലാക്കാനാണ് ഞാൻ പറയുക. റീചാർജ് സ്പീഡ് 5 ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം ഫില്ലായി വരും. അപ്പോൾ റീചാർജ് സ്പീഡ് 5 ആക്കാൻ പെട്ടെന്ന് നോക്കുക. പിന്നെ ഉള്ളത് എനർജി ലിമിറ്റ് ഒന്ന് താഴെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. മൾട്ടി ടാപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യുമ്പോൾ +1 ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മൾട്ടി ടാപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ 2 ആൾക്കാരുകൾ മൾട്ടി ടാപ്പിനും റീചാർജ് സ്പീഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീചാർജ് സ്പീഡ് 5 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാപ്പിംഗ് ബോട്ട് വാങ്ങിയിടുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം രാത്രിയൊക്കെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടാപ്പിംഗ് ബോട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാലത്ത് കുറച്ച് കോയിൻസ് ഉണ്ടാക്കി തന്നോളും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലിസ്റ്റിങ്ങിന്റെ കേസാണ്. അതായത് ജൂലൈ 1-ാം തീയതിയാണ്
ഇതിപ്പോ ലിസ്റ്റ് ആവുമെന്ന് പറഞ്ഞത്. അത് 1 മാസം കൂടിയാണ്. ലിസ്റ്റ് അല്ല ലോഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 1 കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയുള്ളൂ. അതിന് വരെ അവരുടെ ടെലഗ്രാം ചാനലിലൊക്കെ അവര് അപ്ഡേറ്റ് വിടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ബിനാൻസിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ബിനാൻസിന്റെ ഒരു ഇവന്റ് ടാബിൽ ഓൾറെഡി ലിസ്റ്റ് ആവുന്നുണ്ട്. എന്താണ് ലിസ്റ്റിംഗ് എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൻ ലോഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ലോഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ക്ലോസ് ആയതിനു ശേഷം പിന്നീട് നമ്മള് ഇവിടെ നിന്ന് ഈ കോയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് എക്സ്ചേഞ്ചിലാണോ റിലീസ് ആയത്, ഏത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലാണോ റിലീസ് ആയത്, ആ എക്സ്ചേഞ്ചിലോട്ട് നമ്മൾ ഈ കോയിനെ മാറ്റുന്നു. അവിടെ നമ്മൾ ഈ കോയിനെ വിൽക്കുന്നു. വിറ്റിട്ട് USDT എന്ന ഒരു സ്റ്റേബിൾ കറൻസിയിലോട്ട് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് നമ്മൾ അതിനെ P2P മാർക്കറ്റ് വഴി നമ്മൾ എന്ത് ചെയ്തു? വിറ്റ് നമ്മുടെ ബാങ്കിലോട്ട് പൈസ ഉണ്ടാക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്. ഇതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്തായാലും ഇടാം. അതിനെക്കുറിച്ച് ആരും പേടിക്കണ്ട. പിന്നെ എൻ്റെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ റെഫറലാണ്. അതായത് നിങ്ങൾ മാക്സിമം ആൾക്കാർ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ റെഫർ ചെയ്ത പോയിന്റ് കിട്ടില്ല. പകരം അവര് കളിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുള്ളൂ. അവര് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടില്ല. റെഫർ ചെയ്ത ആൾക്കാർ ടാപ്പ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോയിന്റ് കിട്ടില്ല. അപ്പോൾ മാക്സിമം പോയിന്റ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നീട് വരുന്ന ഡൗട്ട് ഓക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു ഹാക്ക് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ VPN വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രി മാറ്റാം. US, ഫ്രാൻസ്, UK അങ്ങനെ കൺട്രി മാറ്റി VPN കണ്ടതിന് ശേഷം ടെലഗ്രാം റീസെൻഡിന്ന് കളഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് US VPN കണ്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും ടെലഗ്രാം എടുത്ത് ടാപ്പ് ബോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കുറച്ച് ടാസ്കുകൾ അഡീഷണലി കിടക്കുന്നത് കാണാൻ പറ്റും. ആ കൺട്രിക്ക് സ്പെസിഫൈ ആയിട്ടുണ്ടാകുന്നത്. സ്റ്റാർട്ടിങ് ഒരു 1 വീക്ക് വരെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ VPN കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പുതിയതായിട്ട് പുതിയ ടാസ്കുകൾ സെപ്പറേറ്റ് കൺട്രീസ് ഒരു 3 കൺട്രി ടെസ്റ്റ് ചെയ്താൽ മതി. 3 കൺട്രി ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യാൻ നിൽക്കണ്ട. ചെയ്യാണെന്നുണ്ടെങ്കിൽ 3 കൺട്രിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ഈ UK, ഫ്രാൻസ്, US ഈ 3 കൺട്രീസിലാണ് കുറച്ച് അഡീഷണൽ ടാസ്ക് ഉണ്ടാകുന്നത്. 3,00,000 വരെ 1,000,000 വരെ കിട്ടുന്ന ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്താൽ മതി. ബിനാൻസിന്റെ ന്യൂസാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. എന്താണ് ബിനാൻസിൽ വന്നിരിക്കുന്നത് എന്നുള്ള ടാപ്സ്വാപ്പിന്റെ ലിസ്റ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ലോഞ്ചിങ്ങിനെ കുറിച്ച് ബിനാൻസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ബിനാൻസിന്റെ സൈറ്റിൽ നിർത്താണ്. ബിനാൻസിന്റെ ഇവന്റ് ടാബിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജോയിൻ ബിനാൻസ് നൗ ആൻഡ് ഗെറ്റ് $600 ട്രേഡിംഗ് ഫീ ക്രെഡിറ്റ്. ഈ ട്രേഡിംഗ് ഫീ എന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് $600 അല്ല. ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫീ ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ആയാലും സ്പോട്ട് ട്രേഡ് ആയാലും ഏത് ട്രേഡ് ചെയ്യുമ്പോഴായാലും നമുക്ക് ബിനാൻസിന് ഒരു ചെറിയ ട്രേഡിംഗ് ഫീ കൊടുക്കണം. ആ ട്രേഡിംഗ് ഫീയിലേക്കുള്ള ഒരു റിബേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ബിനാൻസിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ട് 26 ഡേയ്സ് ആണ് ഇനി ടാപ്പ് സ്വാപ്പിന്റെ ഒരു ഈ ഒരു ഇവന്റ് നടക്കാനുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജൂലൈ 1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ലോഞ്ച് ആവുമെന്ന് ഒരു ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ടാപ്പ് സ്വാപ്പിന്റെ കുറച്ച് ഇൻഫർമേഷനും എന്താണ് ഈ ട്രേഡിംഗ് ഫീ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കാം. പിന്നെ ഓക്കെ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ടാപ്പ് ചെയ്ത് മാക്സിമം നിങ്ങൾ മാനുവലി ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാനുവലി ടാപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല കോയിൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലവരൊക്കെ 900 മില്യൺ ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ കുറേ ഏർലി സ്റ്റേജിൽ തുടങ്ങിയവരുണ്ട്. നിങ്ങൾ കുറച്ച് ലാസ്റ്റ് ആണോ എന്ന് പറയാം. പക്ഷേ ലാസ്റ്റ് ആയാലും 1 മില്യൺ കോയിനെങ്കിലും 10,00,000 കോയിനെങ്കിലും നിങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിവാർഡ് കിട്ടാനായിട്ട് ഒരു പൊട്ടൻഷ്യൽ ചാൻസ് ഉണ്ട് ടാപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്രയുള്ള ട്യൂട്ടോറിയൽ. അപ്പോൾ ഇനി അടുത്ത ട്യൂട്ടോറിയലായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ കണ്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ക്രിപ്റ്റോ മങ്കി എന്ന് വന്നിട്ട് അതിൽ ഫോളോ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫുൾ ടൈം അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും വന്നിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.